നൈസി എപ്പോഴും എല്ലാവരും കെയർ ചെയ്യുന്നൊരു സ്വഭാവമുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിലും തിരിച്ച് ദേഷ്യപ്പെടില്ല. സൗമ്യമായി നിന്ന് എല്ലാം കേട്ട് നമ്മൾ ശാന്തമാകുമ്പോൾ നമ്മളെ പറഞ്ഞ് കാര്യങ്ങൾ സൗമ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഏറ്റവും ആദ്യത്തെ ഗുണം എന്നെ സഹിക്കുന്നതാണ്. ഒരുപാട് ക്യാരക്ടർ വ്യത്യാസമുള്ള എന്നെ എല്ലാവിധ എൻ്റെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഗുണം. അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ചേർക്കുന്ന ഒരു, ഇപ്പോൾ എന്തെങ്കിലും വഴക്കും വക്കാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൗമ്യമായിട്ട് ഡീൽ ചെയ്ത് എല്ലാവരും യോജിപ്പിച്ച് എല്ലാവരും അടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. രണ്ടാമത്തെ ഗുണം, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷത്തിനിടയിൽ എനിക്കൊന്നിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണമായാലും വസ്ത്രമായാലും സമയമായാലും സന്തോഷമാണെങ്കിലും. അതാണ് എൻ്റെ ജീവിതത്തിൽ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു വസന്തം മുഴുവൻ തന്ന ഒരു അനുഭവമാണ് ജോമൻ ചേട്ടനോടൊപ്പമുള്ള എൻ്റെ ജീവിതം. മാതാപിതാക്കന്മാരോടാണെങ്കിലും വളരെ സൗമ്യമായിട്ട് അവരെ കെയർ ചെയ്യുക. അപ്പോൾ എന്ന് പറയുക, ശത്രുക്കൾ പോലും വളരെ സൗമ്യമായ ഒരു പെരുമാറ്റ രീതിയും ഒരു സ്നേഹസമ്പന്നമായ രീതിയിൽ പെരുമാറുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. കെയറിങ്ങിൻ്റെ കാര്യത്തിൽ മക്കളെയൊക്കെ ഇപ്പം എന്നേക്കാൾ ഉപരി മക്കൾക്ക് എന്തെങ്കിലും വരുമോ നോക്കുമോ എന്നുള്ള ഒരുപാട് ആകുലതകളും അതിനെ കെയർ ചെയ്യുന്നതുണ്ട്. കുട്ടികളെ അധികം ശിക്ഷിക്കില്ല, പറഞ്ഞു കുറേ അധികം സംസാരിക്കും, പിന്നെ എന്നെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുക. അതുപോലെ ഫിനാൻഷ്യൽ ആണെങ്കിലും മണി മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി കെയറിങ്ങും കരുതലും ഉള്ള ആളാണ്. ചില സാഹചര്യങ്ങൾ ഇതുപോലെ കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത്, ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുന്നേ അത് സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നൈസിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നും ഈക്വലായിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അത് പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എപ്പോഴും ആ ഒരു സമയത്ത് എനിക്കെപ്പോഴും അതിനെ അതിജീവിക്കാനായിട്ടുള്ളൊരു ശക്തി തന്നത് ദൈവം അനാദി മുതലേ നിനക്ക് നിശ്ചയിച്ചവൾ ഇവനാണ് എന്നുള്ളൊരു ചിന്തയാണ്. ആ ഒരു ചിന്ത വരുമ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും എന്ത് ബലഹീനതയുണ്ടെങ്കിലും ദൈവം എനിക്കായി വെച്ച ഇയാളെ പൂർണ്ണമായിട്ട് ആ കുറവോടുകൂടി സ്വീകരിക്കാൻ ദൈവം എനിക്കൊരു പ്രാപ്തി തരാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ പിണക്കങ്ങൾ ആ രാത്രിയോട് കൂടെ തന്നെ അവസാനിക്കും. അതിൽ നീണ്ടുപോകാൻ ജോമൻ ചേട്ടൻ ഒരിക്കലും അനുവദിക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നൈസിക്ക് അതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചിലപ്പോൾ നൈസിക്ക് അത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നൈസിയുടെ കാലം വീണ് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ അത് ഒത്തുതീർപ്പാൻ മുന്നോട്ട് വരും. പക്ഷെ ചില സമയങ്ങളിൽ ജോമൻ ചേട്ടനും മുന്നോട്ട് വരാറുണ്ട്. അത് അതിൻ്റെ തീവ്രതയും കാഠിന്യമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളൊരാൾ ഒന്ന് താഴാൻ തയ്യാറായി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെടി പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് മഴ വന്ന് വെള്ളം വരുമ്പോൾ ആ ചെടി കിളിർക്കുന്നതായിട്ട് കാണും അല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൂടുതൽ ബോണ്ടിങ്ങാണ് വരുന്നത്. ആ പ്രശ്നം തീരുമ്പോൾ ഞങ്ങൾ മുന്നേ എങ്ങനെ സ്നേഹിച്ചോ അതിൽ ഉപരി ഒത്തിരി അധികം സ്നേഹിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഡെയിലി ഒരു കൊന്ത ചെല്ലുക, പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്തുതിക്കുക, ചിലപ്പോൾ വചനങ്ങൾ കേൾക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. എല്ലാത്തിനേക്കാൾ ഉപരി ഈശോനെ സ്നേഹിക്കണം. അതിനായിട്ട് മെയിനായിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം വിശുദ്ധ കുർബാന. ജീവിതത്തിൽ അപൂർവമായിട്ട് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. ഡെലിവറി കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ അങ്ങനെയുള്ള അപൂർവമായ ദിവസങ്ങളല്ലാതെ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ ചിലപ്പം നമുക്ക് പലരിൽ നിന്നും പല മുൻവിധികൾ ഉണ്ടായിട്ടുണ്ടാവും. ആ വ്യക്തി ഇന്നതാണ്, അടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും അവരെ കാണാൻ പോകുമ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കാണുക. പിന്നെ ഇടവിട്ടുള്ള കുമ്പസാരങ്ങൾ എപ്പോഴും കുറച്ച് ദിവസം വൈകുന്തോറും അതിൽ പേഷ്യൻസിനെ നോക്കാനിരിക്കുമ്പോഴും എന്തോ ഒരു കുറവ് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കുമ്പസാരത്തിൻ്റെ കുറവാണ്. അപ്പോൾ ഒരു പരമാവധി വൈകാതെ തന്നെ കുമ്പസാരിക്കാനും ആ വിശുദ്ധിയിൽ നിൽക്കാനും അത് കുടുംബത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയാണ് സന്തോഷം കണ്ടെത്തുന്നത്? ചിലപ്പോൾ നമ്മളുടെ ഷെഡ്യൂൾഡ് ക്ലിയർ ആവാത്തത് കൊണ്ട് നൈസിയെ സംബന്ധിച്ച് ക്ലിനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാൽ അതിൽ ഹാപ്പി കണ്ടെത്തുക, അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക, കുട്ടികളുമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് കൂടുതൽ ഞങ്ങൾ ചിലവഴിക്കാറ്.
യൂഷ്വലി നമ്മൾ യാത്രകൾ എനിക്ക് കോൺഫറൻസ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് പോവാറ്. ചെറിയ അങ്ങനെ അധികം ദിവസം ഇല്ലെങ്കിൽ നമ്മൾ പിള്ളേരെയും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് പാരൻസിനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടും. അവർ പോവും, ഞാൻ കോൺഫറൻസിന് പോവും. അപ്പോൾ 2 ഉത്തരവാദിത്തങ്ങളായല്ലോ. ഞങ്ങൾ രണ്ടുപേരും പുറമേ പോയി വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ മനസ്സിൽ, ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും. വന്നു കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ഷെയർ ചെയ്യും. കൂടുതൽ മക്കളുള്ള വീടുകളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം വെല്ലുവിളി പിടിച്ച സമയമാണ്. കാരണം പിള്ളേർക്ക് കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുത്തേ മതിയാവും. പലപ്പോഴും 12 മണി 1 മണിയൊക്കെ ആയതിനു ശേഷമാണ്, പിള്ളേരൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുള്ളത്. അതും ചിലപ്പോൾ 1 മണി വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് സംസാരം. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ നൈസ് ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് ഫ്രീ ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. അപ്പോൾ മൂത്ത കൊച്ചു റോസ് അവരെ താഴെയുള്ളവരെ കെയർ ചെയ്യും. അവൾ തന്നെ സംഭവിക്കും, നിങ്ങൾ പോയിട്ട് പോയോ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യാത്രകളിലാണ്. അപ്പം മക്കളാണെങ്കിലും എപ്പോഴും പറയും, അമ്മയും അപ്പനും കൂടി റൈഡ് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഞങ്ങൾ തന്നെ ഇരുന്നോളാം, അമ്മയും അപ്പനും എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ യാത്രകളും, വലിയ വലിയ ഹോട്ടലല്ലെങ്കിലും ചെറിയ ചെറിയ തട്ടുകടകളിലുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ഞങ്ങൾ ഏറ്റവും ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം എന്ന് പറയുന്നു. അതിനോടൊപ്പം ഞാൻ പറയുന്നത് കൂട്ടുകുടുംബം ഇതേപോലെ തന്നെയാണ്. ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ട് കുട്ടികൾക്ക് വളരെയധികം അവരുടെ ഫോർമേഷന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്താണ്. നമ്മുടെ മക്കളെ വളർത്താനും, ഇപ്പോൾ വീട്ടിൽ അപ്പച്ചൻ മരിച്ചിട്ട് 2 വർഷമായി, മക്കളിപ്പോഴും അത് പറഞ്ഞ് എപ്പോഴും കരയാറുണ്ട്. അപ്പാപ്പനെ മിസ് ചെയ്യണോ, അപ്പാപ്പനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു എന്ന് മോളും മോനും ഒക്കെ ഇപ്പോഴും ആ ഓർമ്മകളിൽ അവർ കരയാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു തണലും താങ്ങലും അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നത് അവർ കാണുന്നു. അപ്പോഴാണ് എനിക്കങ്ങനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് വയസ്സായവരെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളൊരു ബോധം എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. നാളെ നമ്മളും വാർദ്ധക്യത്തിൽ വരും, നമുക്ക് നാളെയും ഇതുപോലെ സപ്പോർട്ട് കുട്ടികളുടെ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചില്ലെങ്കിൽ പോലും അവർക്കൊരു നല്ലൊരു മാതൃകയാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും നമ്മളില്ലാത്ത സമയത്ത് അവരെ കെയർ ചെയ്യും. നമ്മളെക്കാളും കൂടുതൽ അവരാണ് കെയർ ചെയ്യുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് പോകുമ്പോഴാണ് അതിനൊരു ഹാർമണി ഉണ്ടാവുന്നത്. നാളെ നമ്മളും ഇതുപോലെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ആവും. അപ്പോൾ നമ്മളും അവരോട് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കൺസിഡറേഷനിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റും.